സുരേഷ് ഗോപിയുടെ വിഷമം കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി. സുരേഷ് ഗോപി വീണ്ടും ഒറ്റക്കൊമ്പനായി വെള്ളിത്തിരയിലേക്ക്. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കൊടി. ഇനി എന്തായാലും താടി വളർത്തി പഴയ ലുക്കിലേക്ക് സുരേഷ് ഗോപി മാറും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നേതൃത്വം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഒരു അനുമതി മൂളിയത്. ഇതോടെ താരം വീണ്ടും ഒറ്റക്കൊമ്പനായി വെള്ളിത്തിരയിലേക്ക് എത്തും. ഒരു മാസം മുൻപ് എടുത്തു കളഞ്ഞ താടി സുരേഷ് ഗോപി വീണ്ടും വളർത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. സിനിമയ്ക്കായി പഴയ ലുക്കിലേക്ക് മാറാനാണ് താരം താടി വളർത്തുന്നത്. സിനിമയിൽ അഭിനയിക്കാനുള്ള ഔദ്യോഗിക അനുമതി ഉടൻ നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അഭിനയമാണ് വരുമാന മാർഗമെന്നും നിരവധി സിനിമകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിലും അഭിനയിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. നേതൃത്വം എപ്പോഴാണ് ഇനി അനുവാദം നൽകുന്നതെന്ന് അറിയാതെ പ്രതിസന്ധിയിലായിരുന്നു സുരേഷ് ഗോപി. ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിനായി വളർത്തിയ വെളുത്ത താടിയും കറുത്ത മീശയുമായുള്ള ലുക്കിലാണ് സുരേഷ് ഗോപി മുൻപ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അഭിനയ കാര്യത്തിലെ അനിശ്ചിതത്വം നീങ്ങിയതുകൊണ്ട് സിനിമകളുടെ ചിത്രീകരണം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 8 ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത്. ചിത്രീകരണം തിരുവനന്തപുരത്താണ്. സുരേഷ് ഗോപിയുടെ ഷൂട്ടിംഗ് 29-നാണ് തുടങ്ങുക. ജനുവരി 5 വരെയാണ് അനുമതി. ഈ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരമാവധി ഭാഗം ചിത്രീകരിക്കാനാണ് ആലോചന. നേരത്തെ സുരേഷ് ഗോപിയുടെ 250-ാം ചിത്രമായിട്ടായിരുന്നു ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചിരുന്നത്. നവാഗതനായ മാത്യൂസ് തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും തന്റെ സിനിമാ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുമെന്നും സുരേഷ് ഗോപി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി വിജയിച്ച സുരേഷ് ഗോപിയെ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായി തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഭരണത്തിലേറിയതു മുതൽ തൃശൂർ മണ്ഡലത്തിനു വേണ്ടി സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം പരക്കെ ഉയർന്നിരുന്നു. സ്വന്തമായി ഓഫീസ് പോലും മണ്ഡലത്തിൽ ഒരുക്കാത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ ചെവിയിലും എത്തിയിരുന്നു. ഇതും കൂടി കണക്കിലെടുത്താണ് അന്ന് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വിലക്കേർപ്പെടുത്തിയത്. ഈ വിലക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്.